സംസ്ഥാനത്ത് ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ്. കനത്ത ചൂടിനെ അവഗണിച്ചും വോട്ടെടുപ്പ് ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ തന്നെ പോളിംഗ് ബൂത്തുകളിലെല്ലാം കനത്ത തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട നിരയാണ് സംസ്ഥാനത്തെ പല ബൂത്തുകളിലും ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. 1 മണി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 6 മുതൽ വോട്ടർമാരുടെ നിരയാണ് പല ബൂത്തുകളിലും ദൃശ്യമായത്. 140 മണ്ഡലങ്ങളിലായി 2.71 ജനവിധി രേഖപ്പെടുത്തുക. വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ്. കടുത്ത ചൂട് കണക്കിലെടുത്ത് രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ ആളുകൾ കൂട്ടമായി ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. SIR-നെ തുടർന്ന് ശതമാനം കൂടുമെന്നാണ് സൂചന. വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ്. രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക സാംസ്കാരിക ചലച്ചിത്ര രംഗത്തെ പ്രമുഖരിൽ പലരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. എന്നാൽ അതിനിടെ തൃശൂർ വാണിയംപാറ EKM UP സ്കൂളിൽ നിന്ന് വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ച വാർത്തയും പുറത്തുവരുന്നു. സംസ്ഥാനത്ത് 16ാം കേരള നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കവേ വിവിധ ജില്ലകളിൽ വ്യാപകമായി വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കുന്നതായി വാർത്തകൾ വരുന്നു. പല മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നിശ്ചിത സമയത്ത് തുടങ്ങാൻ കഴിയാത്തതും ആരംഭിച്ച ഇടങ്ങളിൽ യന്ത്രങ്ങളെല്ലാം പാതി വഴിയിൽ നിലച്ചതും വോട്ടർമാരെയും ഉദ്യോഗസ്ഥരെയും ഒരുപോലെ വലച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് കൂടുതൽ പരാതികൾ ഉയർന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ്, പരവൂർ 62ാം നമ്പർ ബൂത്തിൽ യന്ത്രം തകരാറിലായതിനെ തുടർന്ന് പുതിയ മെഷീൻ എത്തിക്കേണ്ടി വന്നു. നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ തിരുവള്ളൂർ 9, ആലുമൂട് 26 എന്നീ ബൂത്തുകളിലും വോട്ടെടുപ്പ് ഇതുവരെ ആരംഭിക്കാനായിട്ടില്ല എന്നതാണ് വാർത്ത. വാമനപുരം മണ്ഡലത്തിലെ ആനാട് SNVHSC സ്കൂളിലെ 218ാം നമ്പർ ബൂത്തിൽ പോളിംഗ് തുടങ്ങിയെങ്കിലും സാങ്കേതിക തകരാർ മൂലം നിലവിൽ നിർത്തിവച്ചിരിക്കുകയാണ്. പലയിടങ്ങളിലും വോട്ടർമാരുടെ നീണ്ട നിരയാണ് ദൃശ്യമാകുന്നത്. ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കി ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള കരാറിൽ പൂർണ്ണമായ ധാരണയാകുന്നതുവരെ അമേരിക്കൻ സൈന്യം മേഖലയിൽ തുടരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന ആരോപണങ്ങൾക്കിടയിലാണ് ട്രംപിന്റെ പ്രസ്താവന. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ വീണ്ടും അടച്ചതോടെയാണ് ട്രംപ് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കരാർ ലംഘിക്കപ്പെടുകയാണെങ്കിൽ ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സൈനിക നീക്കം ഉടൻ ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇറാൻ ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ പാടില്ലെന്നും ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി തുറന്നുകൊടുക്കണമെന്നുമുള്ള നിബന്ധനകളിൽ വിട്ടുവീഴ്ചയില്ലെന്നും ട്രംപ് ആവർത്തിച്ചിട്ടുണ്ട്. വീണ്ടും നാറ്റോയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നു. ഇറാനെതിരായ യുദ്ധത്തിൽ US-ന് നാറ്റോയും സഖ്യകക്ഷികളും പിന്തുണ നൽകിയില്ലെന്നാണ് ട്രംപ് പറയുന്നത്. ആർട്ടിക് മേഖലയിലെ തന്ത്രപ്രധാന ദ്വീപായ ഗ്രീൻലാൻഡിനെ ലക്ഷ്യം വെച്ചായിരുന്നു ട്രംപിന്റെ വിമർശനം. അമേരിക്കയ്ക്ക് ആവശ്യമുള്ള സമയത്ത് നാറ്റോ അവിടെ ഇല്ലായിരുന്നു എന്നാണ് ട്രംപ് ആവർത്തിച്ച് കുറ്റപ്പെടുത്തിയത്. ഗ്രീൻലാൻഡ് എന്ന ഐസ് കഷണത്തെ പറ്റി നാറ്റോ ഓർക്കണമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുൻപേ ഇറാന്റെ 10 നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടതായി ഇറാൻ പാർലമെന്റ് സ്പീക്കർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. ഇതോടെ നിശ്ചയിച്ചിരുന്ന വെടിനിർത്തലും തുടർ ചർച്ചകളും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. 10 പദ്ധതിയിലെ 3 പ്രധാന വ്യവസ്ഥകൾ ഇതിനോടകം ലംഘിക്കപ്പെട്ടുവെന്നും ഈ സാഹചര്യത്തിൽ ചർച്ചകളുമായി മുന്നോട്ടു പോകുന്നത് യുക്തിരഹിതമാണെന്നും ഗാലിബാഫ്, അതായത് ഇറാൻ പാർലമെന്റ് സ്പീക്കർ വ്യക്തമാക്കി. വെടിനിർത്തൽ ലെബനനിലേക്കും വ്യാപിപ്പിക്കുമെന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഇറാന്റെ പ്രധാന പരാതി. കൂടാതെ ഇറാനിയൻ വ്യോമാതിർത്തിക്കുള്ളിൽ ശത്രുരാജ്യത്തിന്റെ ഡ്രോൺ പ്രവേശിച്ചതും യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള ഇറാന്റെ അവകാശത്തെക്കുറിച്ചുള്ള തർക്കങ്ങളും സ്ഥിതിഗതികൾ വഷളാക്കി. കരാറിലെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ട സാഹചര്യത്തിൽ ഉഭയകക്ഷി ചർച്ചകൾ കൊണ്ട് അർത്ഥമില്ലെന്ന് ഇറാൻ സ്പീക്കർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. വനിതാ സംവരണ ഭേദഗതി ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. പാർലമെന്റിലും നിയമസഭയിലും സീറ്റുകളുടെ എണ്ണം കൂട്ടി സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്നതാണ് ബില്ല്. നാരീശക്തി വന്ദൻ അഭിയാൻ ഭേദഗതി ബിൽ എന്ന പേരിലുള്ള ബിൽ ഏപ്രിൽ 16 മുതൽ ചേരുന്ന ബജറ്റ് സമ്മേളന തുടർച്ചയിൽ
പാർലമെന്റിൽ അവതരിപ്പിക്കും. മണ്ഡല പുനർനിർണയ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാൻ മറ്റൊരു ബില്ലും കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്നുണ്ട്. ഭേദഗതി പ്രകാരം ലോക്സഭാ സീറ്റുകൾ നിലവിലെ 543 നിന്ന് 816 വർദ്ധിപ്പിക്കും. ഇതിൽ 273 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുമെന്നതാണ് പ്രാധാന്യമുള്ളത്. 2029 പൊതു തിരഞ്ഞെടുപ്പിലാകും നിയമം പ്രാബല്യത്തിൽ വരുന്നത്. സ്ത്രീകൾക്കുള്ള സംവരണം കൂട്ടുമ്പോഴും പട്ടികജാതി പട്ടികവർഗ സംവരണം തുടരുകയും ചെയ്യും. നിയമസഭകളിലും സമാന രീതിയിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ച് ആനുപാതികമായി സ്ത്രീകൾക്ക് സംവരണം നൽകും. ജിദ്ദ ഇസ്ലാമിക് പോർട്ടിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനുമായി അത്യാധുനിക രീതിയിലുള്ള ട്രക്ക് മാനേജ്മെന്റ് സോൺസ് സ്ഥാപിക്കുന്നു. സൗദി പോർട്ട് അതോറിറ്റി, ജനറൽ അതോറിറ്റി ഫോർ റോഡ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 10 ലക്ഷം ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയിലാണ് ഈ മേഖല ഒരുങ്ങുന്നത്. പ്രതിദിനം 40,000 ട്രക്കുകളെ കൈകാര്യം ചെയ്യാൻ ഈ കേന്ദ്രത്തിന് ശേഷിയുണ്ടാകും. ഒരേ സമയം 2700 ട്രക്കുകൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കുമെന്നതാണ് പ്രത്യേകത. തുറമുഖത്തേക്കും പുറത്തേക്കുമുള്ള ട്രക്കുകളുടെ ഗതാഗതം നിയന്ത്രിക്കുക, തിരക്ക് കുറയ്ക്കുക, പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. വിഷു സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചെന്നൈ എഗ്മോർ തിരുവനന്തപുരം നോർത്ത് സ്പെഷ്യൽ 10 രാത്രി 11:55 ചെന്നൈ എഗ്മോറിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് വൈകിട്ട് 6 തിരുവനന്തപുരം നോർത്തിലെത്തും. മടക്ക ട്രെയിൻ 15 വൈകിട്ട് 3:45 പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 11:45 ചെന്നൈയിലും എത്തും. മംഗളൂരു ജംഗ്ഷൻ തിരുവനന്തപുരം നോർത്ത് സ്പെഷ്യൽ 11 വൈകിട്ട് 6 പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 6:30 തിരുവനന്തപുരത്തെത്തും. മടക്ക ട്രെയിൻ 12 രാവിലെ 8:30 പുറപ്പെട്ട് രാത്രി 8:45 മംഗളൂരുവിലും എത്തും. ചെന്നൈ സെൻട്രൽ കൊല്ലം സ്പെഷ്യൽ 15 ഉച്ച കഴിഞ്ഞ് 3:10 പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 6:55 കൊല്ലത്തെത്തും. മടക്ക ട്രെയിൻ 16 രാവിലെ 10:40 കൊല്ലത്ത് നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് പുലർച്ചെ 3:30 ചെന്നൈയിലെത്തും. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ്. ഗ്രാമിന് 215 രൂപയും പവന് 1720 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 13,885 രൂപയും പവന് 1,11,080 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 175 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇതോടെ ഗ്രാമിന് 11,410 രൂപയും പവന് 1,400 രൂപയും കുറഞ്ഞ് 91,280 രൂപയായി. വെള്ളി ഗ്രാമിന് 260 രൂപയിൽ തന്നെയാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇതോടുകൂടി 1 മണി വാർത്ത പൂർത്തിയാവുകയാണ്. നാളെ ഇതേ സമയം കാണാം. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സുമായി സഫ്വാൻ ചേരും. നമസ്കാരം.